ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ വി കെ സാറാണ്. സോ നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഡിസിഷൻസ് പഠിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും അറിയാം, മോഡൽ എക്സാമിലേക്കുള്ള പ്രിപ്പറേഷനിലാണ്. അതോടൊപ്പം തന്നെ പബ്ലിക് എക്സാം വരാനിരിക്കുകയാണ്. സോ അതിനെല്ലാവരും അതിന്റെ തിരക്കിലും ഓട്ടത്തിലൊക്കെയാണ്. സോ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ്. സോ ആ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ഡിസിഷൻ ആരാണ് എടുക്കുന്നത്? ഒരു ഫൈനാൻഷ്യൽ മാനേജർ ആണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസും ഫൈനാൻഷ്യൽ ഡിസിഷൻസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും അത് എടുക്കുന്നതൊക്കെ ആരാണ്? ഫൈനാൻഷ്യൽ മാനേജർ ആണ്. ക്ലിയർ ആണല്ലോ? സോ ഫൈനാൻഷ്യൽ മാനേജർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട് ഒരു ഓർഗനൈസേഷനിൽ. ആ ഡിസിഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഫൈനാൻഷ്യൽ ഡിസിഷനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്തിനെ? ഫൈനാൻഷ്യൽ ഡിസിഷൻസിന്. ക്ലിയർ ആണല്ലോ? സോ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. റെഡി ആണല്ലോ? ശരി, ആദ്യം നമുക്ക് പോകുന്ന ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ is concerned with how the firm's valuable funds are to be invested in various assets. നമുക്കറിയാം ഒരു ഫേം വേരിയസ് ആയിട്ടുള്ള ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ആ ഫണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് അസറ്റുകൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സ്ഡ് അസറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. നോക്കൂ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ലോങ് ടേമും ഷോർട്ട് ടേമും. ക്ലിയർ ആണല്ലോ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്. സോ ലോങ് ടേമിനെ മറ്റൊരു പേര് വിളിക്കാം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാലും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ്, ശ്രദ്ധിക്കണം. ഇനി ഷോർട്ട് ടേമിലേക്കുള്ളതോ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ വരുന്നത്. ഓക്കെ അല്ലേ? സോ അടുത്തതിലേക്ക് പോവാം. അടുത്തത് എന്താണ്? ഫൈനാൻസിങ് ഡിസിഷൻ ആണ്. ഇവിടെ നോക്കൂ, ഡെപ്റ്റും ഉണ്ട് ഇക്വിറ്റിയും ഉണ്ട്. എന്തിനെ കാണിക്കുന്നു? നമുക്കറിയാം ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തുണ്ടാവും? ഡെപ്റ്റ് ഫൈനാൻസും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഇക്വിറ്റി ഫൈനാൻസും ഉണ്ടാവും. എന്താണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്? ഡെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ബോറോഡ് ഫണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? ഡെപ്റ്റ് എന്ന് പറയാറ്. അതോടൊപ്പം തന്നെ ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓൺഡ് ഫണ്ടാണ്. ഓണേഴ്സ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഫണ്ടിനെ നമ്മൾ ഓൺഡ് ഫണ്ട് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? സോ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ എത്രയാണ് ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് ബോറോഡ് ഫണ്ട് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് ഇക്വിറ്റി ഫണ്ട് യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ? യെസ്, ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. നെക്സ്റ്റ് എന്താ? ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. എന്താണ് ഡിവിഡൻഡ്? ആദ്യം ഡിവിഡൻഡ് ഡിസിഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഡിവിഡൻഡ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താ? The term dividend means that a part of the profits of the company which is distributed to shareholders. അതായത് ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ. ആർക്ക് കൊടുക്കുന്നതിന്റെ? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കാറ്? പ്രോഫിറ്റിന്റെ ഒരു ഭാഗം അത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? ഡിവിഡൻഡ് എന്ന് പറയാറ്. ഇവിടെ നോക്കൂ, എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്? നമുക്കൊരു ഉദാഹരണം ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു ഫേമിന്റെ പ്രോഫിറ്റ്, കറന്റ് ഇയർ പ്രോഫിറ്റ് എത്രയാണ്? 1 ലക്ഷം രൂപ നമുക്കുണ്ടായി. 1 ലക്ഷം രൂപ കറന്റ് ഇയർ പ്രോഫിറ്റ് ഉണ്ടായി. അതിനെ ഞാൻ എന്ത് ചെയ്തു? 70,000 രൂപ എന്താക്കി മാറ്റി? റീറ്റൈൻഡ് ഏർണിങ്സ് ആക്കി മാറ്റി വെച്ചു. പ്രോഫിറ്റിൽ നിന്ന് ബിസിനസിന്റെ തുടർന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? റീറ്റൈൻഡ് ഏർണിങ്സ് അഥവാ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ? സോ 70,000 രൂപ ഞാൻ റീറ്റൈൻഡ് ഏർണിങ്സ് ആക്കി മാറ്റി വെച്ചു. അതോടൊപ്പം തന്നെ 30,000 രൂപ ഡിവിഡൻഡ് ആക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. ക്ലിയർ ആണ്? സോ ഒരു ഫേമിന്റെ പ്രോഫിറ്റിൽ നിന്ന് എത്രയാണ് റീറ്റേൺ ഏർണിങ്സ് ആക്കി മാറ്റി വെക്കേണ്ടത്, എത്രയാണ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കാറുടാ? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയാറ്. ഓക്കെ അല്ലേ? സോ മക്കളെ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട 3 ഡിസിഷൻസ് ആണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. എസ് എ ക്വസ്റ്റ്യൻസും ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസും 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയ പാർട്ടാണിത്. സോ വരുന്ന മോഡൽ എക്സാമിനും അതേപോലെ തന്നെ പബ്ലിക് എക്സാമിനൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.